ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഫ്രാൻസിൽ നോർമാൻഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ വീക്കെൻഡായിട്ട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങി. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു 11 മണിയായപ്പോൾ എത്തി. ഞങ്ങളിപ്പോൾ ഉള്ളത് എയർബിഎൻബിയിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഒരു 10 മണിയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ആണ്. അതായത് മോൺസ് ആൻഡ് മിഷലിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം. മോൺസ് ആൻഡ് മിഷലിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന എയർബിഎൻബിയിലേക്ക്. ഇത് ഫുള്ള് ഗ്രാമമാണ് ഇവിടെ. പക്ഷേ ഒരു അടിപൊളി വീടാണ്, നല്ലൊരു ഭംഗിയുള്ളൊരു പഴയ വീട്. നിങ്ങൾക്ക് പുറകിൽ കാണാം, ഇത് നല്ല ഭംഗിയുള്ളൊരു വീടാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇന്ന് ഏപ്രിൽ 5-ാം തീയതിയാണ്. ഇവിടെ നേരത്തെ ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ തന്നെ സ്പ്രിങ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഇന്ന് 22 ഡിഗ്രിയാണ് ഇന്ന് ഉച്ചയാകുമ്പോഴുള്ള ടെമ്പറേച്ചർ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. ടെമ്പറേച്ചർ കൂടിയത് കാരണം തന്നെ സ്പ്രിങ് തുടങ്ങിയത് കൊണ്ട് ഇഷ്ടംപോലെ പൂക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു എന്താണ് പൂവുണ്ടാകുന്നൊരു മരമാണ്. ഇതിൽ പൂവുണ്ടായിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞാലേ ഇതിൽ പൂവുണ്ടാവുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ചെടികളിലൊക്കെ പൂവുണ്ടായിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഒരു ടുലിപ്പ് ഉണ്ട് കേട്ടോ. ടുലിപ്പ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടില്ലേ, മഞ്ഞ ടുലിപ്പ്. പിന്നെ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടില്ലേ, റോസാണത്. റോസ് പോലെ ഉണ്ട്. റോസാണെന്ന് തോന്നുന്നു അത് കണ്ടിട്ട്. പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. അടിപൊളി സെറ്റപ്പിലാണ് അവരിത് ചെയ്തേക്കുന്നത്. പഴയ വീടാണ്, പക്ഷെ അവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൻ്റെ അകത്ത്. പുറകിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ആളുകൾക്ക് വന്നിരിക്കാം. ഇവിടെ ഒരു ടേബിളുണ്ട്, പിന്നെ ചെയർസൊക്കെ ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ഗെയിംസ് കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ ഈ സ്ഥലത്താകെ, ഈ വീട്ടിലാകെ 2 റൂം മാത്രമേ ഗസ്റ്റിന് കൊടുത്തിട്ടുള്ളൂ എയർബിഎൻബിയിൽ. ബാക്കി സ്ഥലത്ത് ഇവർ ഓണേഴ്സ് താമസിക്കാം. ഒരു എന്താ പറയുക, ഒരു 65-70 വയസ്സുള്ള ഒരു ഭാര്യയും ഭർത്താവുമാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ ഇവർക്ക് കണ്ടില്ലേ, ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ എന്തോ മരമാണ്. ഇത് ആപ്പിൾ മരം. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലുണ്ട്, പിന്നെ ഒരു ട്രംപോളിനുണ്ട്. പിന്നെ അതവിടെ ഒരു 3 താറാവുണ്ട്, പിന്നെ താറാവിൻ്റെ ഷെഡ്. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ പുറകിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തോ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇന്നലെ രാത്രി വന്ന വഴിക്ക് ഫുള്ളിരുട്ട്. കാരണം ഇത് ഫുള്ള് കൃഷി നടക്കുന്ന സ്ഥലമാണ്. റോട്ടിലൊന്നും സ്ട്രീറ്റ് ലൈറ്റൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ റോട്ടിലൊക്കെ ഭയങ്കര പൊടിയായിരുന്നു. ഈ ട്രാക്ടറൊക്കെ റോട്ടിൽ കൂടി പോയിട്ട് അതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ കിടന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വണ്ടി വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടി വറക്കുമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു ഈ വീട്, നല്ല ഭംഗി കാണാനായിട്ട്. കണ്ടില്ലേ, ഇനി മേലെയാണ് ഇവർ താമസിക്കുന്നത്. പിന്നെ അടിയിൽ ഇവിടെ കിച്ചൺ, നമ്മൾ താമസിക്കുന്ന റൂം കാണിച്ചു തരാം. ഞങ്ങളുടെ മുറി ഇതായിരുന്നു. ഇതൊരു മുറി. ഇവിടെ ഒരു പഴയ ഒരു അലമാരയുണ്ട് ഇവിടെ. പിന്നെ അപ്പുറത്ത് വേറൊരു മുറി, 2ാമത്തെ മുറി. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ട്. 2ാമത്തെ മുറി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പിയാനോ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ടോയ്ലറ്റ്, ബാത്റൂമൊക്കെ ക്ലീനാണ്. ഇത്ര സംഭവങ്ങളുള്ളത്. പിന്നെ നമ്മളിവിടെ അധികം താമസിക്കാത്ത കാരണം തന്നെ ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇവിടെ അധികം താമസിക്കാത്തത് കൊണ്ട് നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. കാരണം ഇന്നലെ രാത്രി വന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് രാവിലെ വന്നാൽ മതിയായിരുന്നു. പക്ഷേ ടൈം എടുക്കും. അവിടെ നിന്ന് ഇവിടം വരെ ഓടി എത്തുമ്പോൾ ഉച്ച കഴിയും. അപ്പോൾ നമുക്ക് അത്ര സമയം നഷ്ടപ്പെടുന്ന കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് പോകുന്നതാണ്.
അതാകുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ തന്നെ നമുക്ക് കാഴ്ചകളിലേക്ക് ഇറങ്ങാമല്ലോ. ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ വന്ന വണ്ടി, സിട്രോൺ C3. ഇത് പഴയ മോഡൽ C3 ആണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ കാണിക്കാം. ബൈ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗ്രോംവില്ലിലെത്തിയിട്ടുണ്ട്. കാറ് പാർക്ക് ചെയ്ത് സെൻറ്റർ വില്ലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ വന്നിട്ട് കുറേ നേരമായി. നമ്മളിവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറക്കത്തോട് കറക്കാം. ഉച്ചവരെയും ഇപ്പോൾ എത്ര മണി 12:30 ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവും. ഇവിടുന്ന് പോയിട്ട് ഹൈക്ക് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് കടലിൻ്റെ തീരത്ത് കൂടി. അങ്ങനെ നമ്മൾ ഹൈക്ക് ചെയ്ത് കടലിൻ്റെ തീരത്ത് കൂടി ഹൈക്ക് ചെയ്ത് ഒരു ബീച്ചിൽ ചെല്ലാം. അപ്പോൾ ആ ബീച്ചിൽ ചെന്നിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റിയാണെന്നത് ഗ്രോംവില്ല് എന്ന് പറഞ്ഞിട്ട്. നമ്മളെന്നാൽ അത് വന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമുക്ക് വഴി തെറ്റിയെന്ന് വെച്ചാൽ നമ്മൾ സിറ്റി സെൻറ്ററിൽ വന്നു. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നടന്നു. അവിടെ എന്തോ വ്യൂ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളിയുണ്ട്, ആ പള്ളിയും കൂടി കണ്ടിട്ട് സിറ്റി സെൻറ്ററിൽ പോയി അവിടെ നിന്ന് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് പാർക്കിങ്ങിലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ പള്ളിയുടെ പേര് സെയിൻറ്റ് പോൾ ചർച്ചാണ്. ഭയങ്കര പഴയ പള്ളി തന്നെയാണ് കണ്ടിട്ട്. ഇവിടുത്തെ ആർക്കിടെക്ചർ, ഇവിടുത്തെ ടിപ്പിക്കൽ സ്റ്റൈലിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലത്തെ അമ്പലങ്ങളൊക്കെ പോലെയാണ്. ആ അമ്പലം കണ്ടു കഴിഞ്ഞാൽ ആ വർഷം ഏത് വർഷത്തിലാണ് ഇത് പണിതത്, ആ കാലഘട്ടത്തിലെ ആർക്കിടെക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ പള്ളികൾ. ഇവിടുത്തെ പള്ളികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പള്ളി പണിത കാലഘട്ടത്തിലെ ആർക്കിടെക്ചറൽ രീതി ഇവിടുത്തെ എങ്ങനെയായിരുന്നു. കാരണം നമുക്കറിയാലോ ഈ പള്ളികളാണ് ഇവിടുത്തെ നാട്ടിലത്തെ ഏറ്റവും പൈസ മുടക്കി അന്ന് ആ കാലഘട്ടത്തിൽ പണിത ഒരു കെട്ടിടം. രാജാവ് കഴിഞ്ഞാൽ പിന്നെ പവറുള്ളത് ബിഷപ്പിനാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, ഈ ക്രിസ്ത്യാനിറ്റിയുള്ള രാജ്യങ്ങളിലൊക്കെ പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അവരതുപോലെ കൊട്ടാരം പോലെ തന്നെ അത്രയ്ക്ക് പൈസ മുടക്കി അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഓരോ പള്ളികളും പണിതിട്ടുള്ളത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ മോണ്യുമെൻറ്റ്സ് ഉണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഇഷ്ടംപോലെ നാശനഷ്ടങ്ങൾ ഇവിടുത്തെ കെട്ടിടങ്ങൾക്കും ഇവിടുത്തെ സിറ്റിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ സേന പട്ടാളം ഇവിടെ വന്ന് ജർമ്മൻ പട്ടാളത്തിനെ തോൽപ്പിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചരിത്രപരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നോർമാൻഡി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോർമാൻഡി D-Day ലാൻഡിങ്സ് എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന നോർമാൻഡി എന്ന് പറയുന്ന റീജിയനിലാണ്. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് കേൾക്കാനുണ്ടാവും, ഒരു പക്ഷി കരയുന്നത്.
അത് നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ സീനൊക്കെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒരു പക്ഷി കരയാവുന്ന സൗണ്ട് ഉണ്ടാകും. കാരണം ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇത് സീകളാണ്, മൂയത്തെന്ന് പറയും ഫ്രഞ്ചിൽ, മൂയത്ത്. അത് കരയുന്ന സൗണ്ടാണ്. അത് നമ്മൾ ഫ്രാൻസിലെ ഏത് കടലിൻ്റെ തീരത്ത് പോയാലും, അത് അറ്റ്ലാന്റിക് ഓഷൻ്റെ സൈഡിലുള്ള ഏത് കടൽ തീരത്ത് പോയാലും ഇതുപോലത്തെ സൗണ്ട് കേൾക്കാം നമുക്ക് ഈ പക്ഷികളുടെ കരയുന്നത്. Pour un mois et demi, 2 mois. നമുക്കിവിടെ നോക്കുമ്പോൾ നേരെ ആ പള്ളി കാണാം മേലെ. അത്യാവശ്യം ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ആൾക്കാർ റെസ്റ്റോറൻറ്റിൽ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുക, പിന്നെ അതുപോലെ കടൽ നടത്തം, ഹൈക്കിങ്, ഇതൊക്കെയാണ് ആളുകളുടെ വിനോദം. ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുകളെല്ലാം ആക്റ്റീവ് ആവും. ഇതാണ് ഇവിടെ മേലെ നോക്കുമ്പോഴുള്ള വ്യൂ. ഞങ്ങൾ നടന്നൊരു മല കയറി, ഇതും കൂടി കടന്ന് മേലെ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കാർ കൊടുത്തുകൊണ്ട് നമ്മൾ എന്താ പറയുക, വേറൊരു ബീച്ചുണ്ട്, അവിടെ പോയി കുളി. അതാണ് പ്ലാൻ. ഒരു നടക്കാനുണ്ട് കുറച്ച്, അപ്പോൾ അവിടെ നടന്നിട്ട് അങ്ങനെ ആ ഒരു ബീച്ചിൽ ചെല്ലാൻ പറ്റും. അപ്പം അങ്ങനെ പോകാനാണ് പ്ലാൻ. നമ്മൾ നേരത്തെ പോയ പള്ളിയാണ് ആ കാണുന്നത്, സെയിൻറ്റ് പോൾ. പിന്നെ അതിന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ല നീല കളർ വെള്ളത്തിന്. ഇത് ഇവിടുത്തെ പോർട്ടാണ്. എന്താ പറയുക, ഫിഷിംഗ് ബോട്ടും ഒക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ കെട്ടിയിട്ടുണ്ട്, എന്താ ഹാർബറുണ്ട് അവിടെ, തിര വരാതിരിക്കാനായിട്ട് ബ്രേക്ക് വാട്ടർ സിസ്റ്റം ഉണ്ട്. അങ്ങനെയാണ് പരിപാടി. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് പണ്ടത്തെ ഒരു കോട്ടയുടെ ഗേറ്റാണത്. ഇവിടെ പണ്ട് എന്താ പറയുക, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പണ്ട് കാലത്തെ ഒരു കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിപ്പോൾ ഏത് കൊല്ലത്തെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതൊരു കോട്ടയാണത്. നമ്മൾ നേരത്തെ കണ്ട ആ ഗേറ്റ് അതിൻ്റെ എൻട്രൻസാണ്. ഇത് ഫുള്ള് മതിൽ കണ്ടില്ല, ഇവിടെ ഫുള്ള് മതിൽ കെട്ടിയേക്കാം. പണ്ടത്തെ കോട്ട ആയിരുന്നു ഇത്. കാരണം ഇത് നല്ലൊരു സ്ഥലത്തായിരിക്കണം. കാരണം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കടൽ മൊത്തം കാണാം. ആരെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. അതുപോലത്തെ ഒരു സ്ഥലത്താണ് ഇവർ പണിത് വെച്ചേക്കണം. ഇതിൻ്റെ അകത്താണ് പള്ളി. കോട്ടയം എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ടാവുമല്ലോ, കച്ചവട സ്ഥാപനങ്ങൾ, പള്ളികൾ. അത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണുന്ന പോലെ തന്നെ. ഒരു ഗേറ്റിൻ്റെ അകത്ത് കയറും, ഗേറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാവൽക്കാരുണ്ടാവും. പള്ളിയിൽ മണിയടിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എല്ലാ പള്ളിയുടെ മേലിലും ഒരു കോഴി ഉണ്ടാവും. കണ്ടില്ലേ കോഴിയുടെ പടം. ഇത് ഇവിടുത്തെ സ്റ്റൈലാണ്. ഇപ്പോൾ വേലി ഏറ്റ സമയമാണ്, അതുകൊണ്ടാണ് ഇവിടെ വെള്ളമുള്ളത്. വേലി ഇറക്കുവാണെങ്കിൽ ഈ ബോട്ടൊക്കെ വെറുതെ ചെടിയുടെ മേലെ ഇരിക്കണമായിരിക്കും, ചെടിയുടെ പുറത്തിരിക്കും. കിലോമീറ്ററോളം കടൽ ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ്. ഈ ഭാഗത്തെ പ്രത്യേകത അതാണ്, കിലോമീറ്ററുകളോളം കടലിറങ്ങിയാട് പോവും വേലിയേറ്റ സമയത്ത്. നമ്മുടെ നാട്ടിലൊക്കെ സുനാമി പണ്ട് വന്ന സമയത്ത് കടലിൽ ഇറങ്ങിപ്പോയ പോലെ ഇവിടെ അങ്ങനെ പോകും. ബോട്ടൊക്കെ വെറുതെ ചെളിയായിരിക്കും, ചെളിയുടെ മേലെ ചുമ്മാ ഇരിക്കും ബോട്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കണ പോലെ. നല്ല വെയിലുണ്ട്, നട്ടുച്ച സമയം, നല്ല വെയിലുണ്ട്. 22 ഡിഗ്രിയാണ് മാപ്പ് എന്താ പറയുക വെതർ റിപ്പോർട്ട് ഞാൻ കണ്ടത്. പക്ഷെ നല്ല ചൂടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലത്തെ ഹാർബർ പോലെ അവർ വന്ന് കണ്ടെയ്നർ വന്നിട്ട് മീനും എന്താ പറയുക മറ്റേ സീ ഫുഡ് ഐറ്റംസൊക്കെ
കയറ്റിക്കൊണ്ട് പോകണതാണ് ആ കാണണം. ഇതിനെ പറഞ്ഞില്ല ക്രിയ എന്ന് വെച്ചാൽ ഹാർബറാണ്, മീൻ പിടിക്കണ സ്ഥലം. നമ്മളിത് നടന്ന് ഈ കോട്ടറകത്തേക്ക് കയറാൻ പോകണേ. ഇതിൻ്റെ അകത്താണ് പള്ളിയുള്ളത്. ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കാം. ഭയങ്കര വെയിലാണ്. പുറത്തിരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിൽ കൊണ്ട് പരിപാടി തീരും. ഇതാകുമ്പോൾ അത്യാവശ്യം തണലുണ്ടാവും. അപ്പം തണലത്തിരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് കോട്ടയുടെ എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് പള്ളിയുണ്ട്, അകത്ത് കുറേ സാധനങ്ങളുണ്ട്, പല സാധനങ്ങളുണ്ട്. ഇവിടെ ഇതിൻ്റെ ബസ് സ്റ്റോപ്പുണ്ട്, അവിടെ ബസ് ഉണ്ടല്ലേ, ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ബസ്സിനും വരാം. ഇവിടെ ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബസ് കയറി ഇവിടെ എത്താം. വേണ്ട, ഈ കോട്ടക്കകത്ത് സാധാരണ പോലെ തന്നെ വീടുകളുണ്ട്, പള്ളിയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഇത് കോട്ടയുടെ ഉള്ളിലായിരിക്കും. കോട്ടയുടെ ഉള്ളിലുള്ള കാരണം പുറത്തുള്ള ആളുകളൊന്നും വന്ന് അറ്റാക്ക് ചെയ്യില്ല. പണ്ടത്തെ കാലത്തുള്ള ഓരോ സെറ്റപ്പാണ് ഇവിടെ കണ്ടാ. ഓ, അപ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ ഏരിയയിലാണ് ഈ കോട്ട ഇരിക്കണം. 3 സൈഡും കടലും. അങ്ങനത്തെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച്. ഇതാണ് വ്യൂ ഇവിടെ നോക്കുമ്പോഴുള്ള. ഫ്രണ്ടിലാണെങ്കിൽ പള്ളി, ഇപ്പുറത്തും കടൽ. നമുക്ക് അവിടെ പോയി നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെയുള്ള പോലത്തെ ക്ലിഫാണ്. ക്ലിഫിൻ്റെ സൈഡിലാണ് കടൽ. ഇതവിടെ കണ്ടില്ലേ. ഇവിടെ അതുപോലെ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ലോണം കാറ്റ് വീശുന്നുണ്ട്. 1:20 ഇവിടെ. പള്ളിയിലെ ക്ലോക്കി കാണിച്ച് വെക്കുന്ന ടൈമാണ് കേട്ടോ, 1:20 ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1:20 അല്ലെങ്കിൽ 2:20 കാരണം കഴിഞ്ഞ ആഴ്ച ടൈം മാറിയായിരുന്നു. ഇവിടെ 1 മണിക്കൂർ കൂടിയായിരുന്നു. ഇല്ല 1:22 കറക്റ്റാണ്. പള്ളിയിലും ക്ലോക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കേട്ടോ. നമ്മൾ നേരത്തെ നിന്ന പള്ളിയാണ് ആ കാണുന്നത്. കഴിഞ്ഞ് ഹാർബറിൻ്റെ വ്യൂ. നല്ല നീല കളറിലെ വെള്ളം. അത് ഞങ്ങോട്ട് പോയിക്കുമ്പോൾ അവിടെ കുറച്ച് പാർക്കിംഗ് ഉണ്ട്, അവിടെയും വണ്ടി പാർക്ക് ചെയ്യാം. വെറുതെ നമ്മൾ ഞങ്ങൾ പാർക്ക് ചെയ്തത് ഈ ഹാർബറിൻ്റെ നേരെ കാണുന്ന പാർക്കിങ്ങിലാണ്. അവിടെ കുറേ വണ്ടികളൊക്കെ കിടക്കണ്ടല്ലോ, ആ പാർക്കിങ്ങിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. അവിടെ പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. 2-3 വട്ടം കറങ്ങിയിട്ടാണ് കിട്ടിയത്. പക്ഷേ ആ പാർക്കിങ്ങിൽ ആളുകളൊന്നും ഇല്ല, വണ്ടിയില്ല. കാരണം ആളുകൾ ഇവിടം വരെയും എത്തിപ്പെടണില്ല. എനിക്ക് എൻ്റെ ഒരു ഊഹത്തിൽ ആളുകൾ ഇവിടം വരെ എത്താത്തതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല കാര്യമായിട്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാകും. ഈ സൈഡിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കടൽ. നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. നമ്മൾ വാങ്ങിച്ചതൊരു ഹാഫ് ചിക്കൻ എന്താ പറയുക, നമ്മുടെ ഈ ഷവായി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ ഹാഫ് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോ, ഗ്രില്ല് ചെയ്ത പൊട്ടറ്റോ, പിന്നെ സലാഡ്, ഒരു ഗ്രീക്ക് സലാഡും വാങ്ങിച്ചു, ടൊമാറ്റോയും ചീസൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ അതാണ് ഉച്ചക്ക് കഴിച്ചത്. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പോയിട്ട് ഇവിടെ എന്താണുള്ളതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവുക, വണ്ടി എടുക്കുക, പോവുക, നടക്കാൻ പോവുക, നടന്ന് ബീച്ചിലേക്കല്ല. ഇത് കൊള്ളാം. അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടും. അതെങ്ങനെയാണ് കയറണമെന്ന് നോക്കണം. ഇത് ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ്, ആർക്കിടെക്ചറൽ സ്റ്റൈലാണത്. പിന്നെ ഹാഫ് ടിമ്പേർഡ് ഹൗസസ് എന്നാണ് പറയുന്നത്. നോർമാൻഡി, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ നോർത്ത് ഭാഗത്തൊക്കെ കാണുന്ന ഓൾഡ് ഭയങ്കര പഴയ ബിൽഡിങ്സ് ഇതേ രീതിയിലായിരിക്കും പണിതിരിക്കുന്നത്. ഇങ്ങനത്തെ പകുതി മരം പകുതി കുമ്മായം, ആ സ്റ്റൈലായിരിക്കും. ഇതാണ് ഈ പള്ളിയുടെ ബാക്ക് സൈഡ്. നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ ബാക്ക് സൈഡ്. നമ്മൾ നേരെ ഇനി ഇങ്ങോട്ട് പോവാണ്. ഇവിടെ ഒരു വ്യൂ ഉണ്ട്, വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ട് കയറാൻ പറ്റും നോക്കാം. അതിന് നേരെ കാറ് പാർക്ക് ചെയ്തിടത്തേക്ക് പോവാം.
ഞങ്ങൾ നേരെ നടന്ന് ഇവിടെ എത്തി. ഇപ്പുറത്തെ ഭാഗത്തെത്തി. ഇവിടെ നോക്കി എന്താണുള്ളത്. വ്യൂ ഓ അടിപൊളി. അയ്യോ സൂപ്പർ. ഇവിടെ ഈ ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പാറകളാണ് നിറച്ച്. ആണ്ട് ആളുകൾ അവിടെ ഇരിക്കണണ്ട. ഈ അവിടെ വഴിയുണ്ട് നിലത്തേക്ക് ഇറങ്ങാൻ. നിലത്തേക്ക് ഇറങ്ങിക്കിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ബീച്ച്, അടിപൊളി ബീച്ച്. നല്ല സൂപ്പറായിട്ട് ഇവിടെ നിന്ന് കുളിക്കാം. ഇവിടെ നോക്കിയറിയാം പാറയുണ്ട്, പക്ഷേ എല്ലായിടത്തും ഇല്ല. ചില സ്ഥലത്ത് മാത്രമേ പാറയുള്ളൂ. അപ്പോൾ നല്ലോണം എന്താ പറയുക ഇറങ്ങി കുളിക്കാം. ചില സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കല്ലായിരിക്കും, നമുക്ക് കാല് കുത്താൻ പറ്റും. ഇത് അടിപൊളിയാണ്, അടിപൊളി ബീച്ച്. കടൽ നോക്കിയാൽ കടലിലെ കളറുണ്ട്, നീല കളറ്, നീലയും പച്ച കളർ. ശരിക്കും പറഞ്ഞാൽ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. അടിപൊളിയാണ്. നിലത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. നോക്കാം നിലത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. നിലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തിരിച്ച് കയറാനായിട്ടൊക്കെ ആയിട്ട്. നമുക്ക് നോക്കാം. കണ്ടില്ല ചെറിയൊരു വാതിൽ. ഇവിടെ എന്താ വല്ല പണ്ടത്തെ നിരീക്ഷിക്കാനായിട്ടുള്ള വല്ല സ്ഥലങ്ങളായിരിക്കും. വാച്ച് ടവർ വല്ലതായിരിക്കും ഇത്. പണ്ട് പോലത്തുള്ള ഫ്രാൻസിൽ ഇതുപോലത്തെ ഞാൻ വിസിറ്റ് ചെയ്തേക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മെയിൻ സിറ്റികളുണ്ടല്ലോ, ഇപ്പോൾ പാരീസ്, അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ വേറെ ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, പാരീസ് ആയിരിക്കും എല്ലാവരും മെയിനായിട്ട് വരുന്നത്. പാരീസിൽ കാണാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്, സംഭവങ്ങളുണ്ട്. പക്ഷേ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ തന്നെ. ചിലപ്പോൾ അധികം നമ്മൾ കേൾക്കാത്ത സ്ഥലങ്ങളായിരിക്കും, പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ഭംഗിയായിരിക്കും ആ സ്ഥലങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രാൻസിലൊക്കെ വന്നെയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രാൻസിലുള്ള ആളുകളാണെങ്കിലും ഇതുപോലത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ കാണുന്ന സ്ഥലങ്ങൾക്ക് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് നല്ല കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനത്തെ ഇവിടെ എത്തി, കടലിലെത്തി. ഇപ്പോൾ ഹൈ ടൈഡാണ്, അത് കാരണമാണ് വെള്ളം ഇത്രയും കയറി നിൽക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോവും. ഈ കടലിൽ ഇവിടെ കുഴപ്പമില്ല, ഇവിടെ മണ്ണാണ്. ചില സ്ഥലത്ത് ചെളിയായിരിക്കും അടിയിൽ. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെളി, ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ കിലോമീറ്റർ കണക്കിന് ചെളി കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടായിരിക്കും കടൽ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലത്ത് വന്നപ്പോൾ ഇതുപോലെയായിരുന്നു, ഫുള്ള് ചെളിയായിരുന്നു. ഹൈ ടൈഡ് വരുന്ന സമയത്ത് മാത്രമേ വെള്ളം കയറി വരുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങി കിടക്കുകയാണ്, കിലോമീറ്ററോളം വെള്ളം ഇങ്ങനെ ഇറങ്ങി കിടക്കുകയാണ്. ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അങ്ങനെ തന്നെ ഇവിടെ കൂടി നടന്ന്, അതായത് കടലിൻ്റെ സൈഡിൽ കൂടി നടന്നിട്ട് കാർ പാർക്കിങ്ങിൽ ചെല്ലാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ബീച്ചിൽ കൂടി തന്നെ നടന്ന് പോകാമെന്ന് പറഞ്ഞവർ. ഒരാളോട് ചോദിച്ചു, അവിടെ ഇരുന്ന ആ പെണ്ണിനോട് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു വേലിയേറ്റ സമയത്താണെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തി. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ടൈറ്റാണ്. സ്ഥലമുണ്ട്, പക്ഷെ ഭയങ്കര കുറവാണ് സ്ഥലം. കാലിൽ നനയാനായിട്ട് ചാൻസ് ഉണ്ട്, കാലിൽ നനയാനാണ് ചാൻസ്. അത് കാരണം എങ്ങനെ പോകും എന്നുള്ളതാണ് നോക്കുന്നത്. ജസ്റ്റ് കടന്നു കൂടാൻ പറ്റും ചിലപ്പോൾ, നോക്കട്ടെ. അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഗ്രോംവിൽ, അവിടെ നിന്ന് ഞങ്ങൾ നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോവാം. കാർ പാർക്കിങ്ങിൽ നിന്ന് ഇനി അടുത്ത ബീച്ചിലേക്ക്, അത് കുറച്ച് ഹൈക്ക് ചെയ്ത് വേണം ആ ബീച്ചിൽ പോകാനായിട്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലെത്തി. ഇതിൻ്റെ പേര് കബാൻ വോബോ എന്നാണ്. ഇത് 17-ാം നൂറ്റാണ്ടിൽ പണിതൊരു വാച്ച് ടവർ ഇവിടെയുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഭാഗത്തു കൂടി ഹൈക്ക് ചെയ്ത് ആ വാച്ച് ടവറിൽ പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ബീച്ചുണ്ട്. അപ്പോൾ ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ. അതുപോലെ ആ നേരെ കാണണുണ്ടോ, അതാണ് മോണ്ട് സാൻ മിഷേൽ. നമ്മൾ നാളെ പോകുന്നത് അവിടെ.
ഇവിടെ കടലിന് വലിയ ആഴമില്ല. ആ മോൺസൺ മിഷൻ്റെ ഭാഗത്ത് കണ്ടില്ല, അവിടെ മൊത്തം കരയാണ്. ഇതൊക്കെ അവിടെ കരയാണ്, മൊത്തം കരയാണ്. ഇവിടെ കടൽ അങ്ങനെ കാര്യമായിട്ട് ആഴമില്ല, നമുക്ക് നടന്ന് എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനെയാണ്, ഭയങ്കര നിരപ്പായിട്ടുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ വേലിയിറക്ക സമയത്ത് ഇതാണ് പ്രശ്നം, കിലോമീറ്ററുകളോളം വെള്ളം ഉണ്ടാവില്ല, കര മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ വേലിയേറ്റവും വേലിയിറക്കം നോക്കി വന്നില്ലെങ്കിൽ ബീച്ചിലിറങ്ങാൻ പറ്റില്ല, വെള്ളത്തിൽ തൊടാൻ പോലും പറ്റില്ല. ഈ ചെറിയ വീട് പോലെ കാണുന്നതാണ് കബാൻ വോബോ. ഇതൊരു ശരിക്കും ഒരു വാച്ച് ടവറാണ്, 17-ാം നൂറ്റാണ്ടിൽ പണിതതാണ്. ഈ ഏരിയകളുടെ സംരക്ഷണത്തിനായിട്ട് ഇതുപോലെ ഇഷ്ടംപോലെ വാച്ച് ടവറുകൾ ഈ പരിസരത്തെല്ലാം കാണാൻ പറ്റും. ഈ വാച്ച് ടവറിന് പല കാലഘട്ടങ്ങളിലായിട്ട് കേടുപാടുകളെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാം അതേ രീതിയിൽ തന്നെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹൈക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഈ കുന്നും മലയൊക്കെ കടന്ന് നിലത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ കടലിലേക്ക് എത്തും. ഈ സൈഡിൽ കൂടി ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്, കടലിൻ്റെ സൈഡിൽ കൂടി. കണ്ടോ, നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും, അരുവി ഒഴുകിക്കൊണ്ടിരിക്കണം അതിൻ്റെ സൗണ്ട്. കണ്ടിട്ട് ഈ സൈഡിൽ കൂടിയാണ് അരുവി പോണത്. നേരെ കടലിലേക്ക് ചെന്ന് വീഴുമെന്നാണ് തോന്നണം. നമ്മൾ കടലിലെത്തി, ബീച്ചിലെത്തി. അടിപൊളി ബീച്ചാണത്. ഇന്നാണ് ഞാൻ കണ്ടത്, ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെയാണ്. അടിപൊളി ബീച്ചാണ്, നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ കാണാനായിട്ട്. ഇച്ചിരി കല്ലൊക്കെ ഉണ്ടാവും, അത് പിന്നെ കാര്യമാക്കേണ്ട കാര്യമില്ല. ഇവിടെ നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. കണ്ടില്ലേ, കുന്നൊക്കെ കയറിയാണ് ഇറങ്ങി വന്നത് ഞങ്ങളിപ്പോൾ അപ്പുറത്തെ കൂടി. അങ്ങനെ അവസാനം നമ്മൾ കടലിലെത്തി. പക്ഷേ ഒരു പ്രശ്നം, ഇവിടെ മണ്ണില്ല, കല്ല് മാത്രമേ ഉള്ളൂ. ഇറങ്ങിപ്പോവാം, ബീച്ചിൽ ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മണ്ണുണ്ടായത്തേക്ക് കുറച്ചും കൂടി അടിപൊളിയാണ്. നമ്മൾ അവിടെ കൂടിയാണ് വന്നത്, അതിൻ്റെ പുറകിൽ കൂടി നടന്ന് വന്ന് ഇവിടം വരെ എത്തി. അങ്ങനെ ഞങ്ങൾ വേറൊരു ബീച്ചിൽ വന്നായിരുന്നു, കാരണം മറ്റേ ബീച്ചിൽ കുളിക്കാനുള്ള സെറ്റപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഈ ബീച്ചിൽ വന്ന് കുളിച്ചില്ല, കാരണം ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ വൈകുന്നേരമായി. അങ്ങനെ ഇപ്പം നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ. അത് കഴിഞ്ഞ് വന്നിട്ട് സൺസെറ്റ് കാണണം. എന്നിട്ട് നേരെ എയർബിഎൻബിയിലേക്ക്, അടുത്ത എയർബിഎൻബി. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ ആ കാണുന്ന ബീച്ചാണ്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്.